പ്യാരെ ബച്ചോ ആദാബ്. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഒന്ന് ചർച്ച ചെയ്യാം. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ എക്സാമിൻ്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ചോദ്യങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചിട്ട് പോകാം. ഓക്കെ, എക്സാമിന് മുന്നേ ആയിട്ട് നമുക്ക് ലഭിക്കുന്ന 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. ഈ ഒരു സമയത്ത് നമ്മൾ പൊതുനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഓരോ ചോദ്യങ്ങൾക്കും എത്ര സമയമാണ് എന്നുള്ളത് നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഓർ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗങ്ങളുണ്ടാവും. ഓർ ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ ഈ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിലാണ് നമ്മളതൊക്കെ നിശ്ചയപ്പെടുത്തേണ്ടത്. ഇനി നമുക്ക് 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കഹാനി സോനെ കി ബൂരിയാം ക കിർദാർ കോൻ ഹെ. സോനെ കി ബൂരിയാം എന്നുള്ള കഥയിലുള്ള കഥാപാത്രം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആനന്ദാണോ, നൗജവാനാണോ, ദർബാരിയാണോ? നൗജവാൻ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാഠഭാഗത്തിലെ എല്ലാ കഥകളുടെയും കിർദാറുകളെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമുക്കിതിലൊരു ഡ്രാമയുണ്ട്. ആ ഡ്രാമയിലെ കിർദാർ, ഇൻസാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമയിലുള്ള കിർദാറുകളെയും നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹോൻ അപ്നാ ഹോ യാ പരായ ഹോ, നസ്ലെ ആദം കാ ഹോൻ ഹെ ആഹിർ, ഇസ് ഷേർ കാ ഷായർ കോൻ ഹെ? ഓപ്ഷൻസ്: ജിഗർ മുറാദാബാദി, കൈസറുൽ ജാഫരി, സാഹിർ ലുധിയാനവി. ഇതിലേതാണ്? സാഹിർ ലുധിയാനവിയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. നമ്മുടെ അമന ആലം എന്ന് പറഞ്ഞിട്ടുള്ള നസ്മിലെ വരികളാണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നസ്മുകളുടെയും ഷായർമാരെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് ആകെ വളരെ കുറഞ്ഞ നസ്മുകളേ ഉള്ളൂ. ഫസ്റ്റത്തെ നമ്മുടെ ഗസൽ എഴുതിയിരിക്കുന്നത് കൈസറുൽ ജാഫരിയാണ്. രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന നസ്മായിരുന്നു രാത്ത്. അത് എഴുതിയിട്ടുള്ളത് ഇസ്മായിൽ മേർട്ടി. മൂന്നാമതായിട്ട് നമുക്ക് സുബഹ് ഖാൻ നസാര എന്ന് പറഞ്ഞിട്ടുള്ള നസ്മാണ്. അത് എഴുതിയിട്ടുള്ളത് സാദത്ത് നസീറാണ്. അതേപോലെ നമ്മുടെ അമന ആലം, ഈ ഒരു ഷെയർ എഴുതിയിട്ടുള്ള ആൾ ആരാണ്? സാഹിർ ലുധിയാനവി. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ചോദ്യം: जान में जान आना एक मुहावरा है, उससे क्या मुराद है? बहुत होश होना എന്നാണോ, കൂവത്ത് ആന എന്നാണോ, ദുഃഖ് ഹോന? അതായത് ജാൻ മേ ജാൻ ആന എന്നുള്ളത് ഒരു മുഹാവറയാണ്. ഇത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അപ്പോൾ ഏതാണ്? കൂവത്ത് ആന അല്ലെങ്കിൽ തോക്കത്ത് ആന. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ മുഹാവറ തന്നെയാണ്. പാഠഭാഗത്തിൽ നമുക്ക് ഇനിയും എന്നൊരു 4 മുഹാവറകളുണ്ട്. അപ്പോൾ ആ 4 മുഹാവറകൾ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അതേപോലെ നമ്മുടെ പാഠഭാഗത്തിലുള്ള മറ്റ് 4 മുഹാവറകളാണ് ആങ്ക് ഭർ ആന. ആങ്ക് ഭർ ആന എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മുറാദ്? ദുഃഖ് ഹോന. ബാഹ് ബാഹ് ഹോന എന്ന് പറഞ്ഞാൽ ബഹുത്ത് ഹൂഷ് ഹോന. ആബ് ആബ് ഹോന എന്ന് പറഞ്ഞാൽ ഷർമിന്ദ ഹോന. അവർ ദിൽ ഭർ ആന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗീൻ ഹോന, അതായത് ദുഃഖാവസ്ഥയിലാവുക. അപ്പോൾ ഈ 5 മുഹാവറകളും നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് നോക്കൂ. കഹാനി ദൂസരാ മൗസം കിസ്നെ ലിഖാ ഹെ. കഥ, നമ്മുടെ കഥയായിട്ടുള്ള ദൂസരാ മൗസം ആരാണ് എഴുതിയിട്ടുള്ളത്? കശ്മീരി ലാൽ സാക്കിറാണോ, കുമാരനാശാനാണോ, ശ്രീമതി രുക്മിണി ദേവിയാണോ? വളരെ സിമ്പിളാണ്. നമ്മുടെ ലാസ്റ്റ് ഭാഗത്തിൽ 4th യൂണിറ്റിലുള്ളതാണ് കശ്മീരി ലാൽ സാക്കിർ. ഇനി 5 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 5ാമത്തെ ചോദ്യം: ഓരോ യൂണിറ്റുകൾ ഏത് തരത്തിലുള്ള ഡിസ്കോഴ്സ് ആണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഫഹരിസത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തുണ്ട് ഓരോ ചാപ്റ്ററും ഏത് ഡിസ്കോഴ്സിൽ പെട്ടതാണ്. ഇവിടെ നോക്കൂ. ദൂസരാ മൗസം ഡാഷ് കശ്മീരി ലാൽ സാക്കിർ. ദൂസരാ മൗസം നസ്മാണോ, കഹാനിയാണോ, ഇൻ്റർവ്യൂ ആണോ എന്നുള്ളതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ദൂസരാ മൗസം നമുക്കറിയാം, മേലത്തെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു, അതൊരു കഹാനിയാണ്. രണ്ടാമത്തത് രാത്ത്. രാത്ത് നമ്മൾ ഇസ്മായിൽ മേർട്ടിയുടെ എന്താണ്? നസ്മാണ്. അപ്പോൾ ഓരോ പാഠഭാഗങ്ങളും ഹാക്കിയാണോ, അതേപോലെ തന്നെ നസ്മാണോ, കഹാനിയാണോ, ഇൻ്റർവ്യൂ ആണോ, ഡ്രാമയാണോ, ഫീച്ചറാണോ, ഏതാണ്, സഫർനാമയാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ തന്നെ നമുക്കതിൽ 2 മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. അടുത്ത ചോദ്യം നോക്കൂ.
नीचे चंद मुकालिमे दिए गए हैं मुनासिब किरदारों के नाम चुनकर लिखिए. താഴെ 2 ഡയലോഗുകൾ തന്നിട്ടുണ്ട്. അത് ആരാണ് പറഞ്ഞത്? സ്യൂട്ടബിൾ ആയിട്ടുള്ള കിർദാറുകളെ തിരഞ്ഞെടുത്തെഴുതാനാണ്. നോക്കൂ. മീ ബഹുത് പ്യാസാ ഹൂം ജുബാൻ സൂഖ് രഹി ഹെ തോടാ പാനി പിലാദോ. എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, എൻ്റെ നാവെല്ലാം ഉണങ്ങി വരണ്ടിട്ടുണ്ട്. തോടാ പാനി പിലാദോ, കുറച്ച് വെള്ളം എനിക്ക് തരൂ അല്ലേ, എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നുള്ള രീതിയിൽ ആരാണ് പറഞ്ഞത്? ആനന്ദ് അല്ലേ. ഇനി ഖേത്തി ബാഡി നഫ വ നുക്സാൻ കി ബാത്ത് നെഹി. വയലിൻ്റെ നഷ്ടോ അതിൻ്റെ ലാഭമോ അല്ല കാര്യം. യേ ഹമാര സെഹത്ത് കെ ലിയെ ഫായ്ദമന്ദ് ഹെ. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനകരമാണ്. ഇത് പറഞ്ഞത് ആരാണ്? ബേഗം നൂർ ജഹാനാണോ, ആനന്ദാണോ, ജേക്കബാണോ? വളരെ സിമ്പിളാണ്, ജേക്കബാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഥയിലുള്ളതും ഡ്രാമയിലുള്ളതുമായിട്ടുള്ള എല്ലാ മുക്കാലിമുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ഓരോ പാഠഭാഗങ്ങളിൽ എന്താണ് അതിലെ കഥ എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ മുക്കാലിമുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇത് ഏത് പാഠഭാഗത്തിലേതാണ്, ഏത് കിർദാറാണ് ഈ ഒരു മുക്കാലിമ പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അടുത്തത് നീച്ചെ ചന്ദ് അദീബോം കെ നാം ഹെ ഉന്മേ മുജാഹിദീൻ ആസാദി കോൻ കോൻ ഹെ. താഴെ കുറച്ച് സാഹിത്യകാരന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ മുജാഹിദീൻ ആസാദികൾ ആരൊക്കെയാണ്? അതായത് സ്വതന്ത്ര സമര സേനാനികളായിട്ടുള്ളത് ബീഗം അഖ്തറാണോ, ബഹാദുർ ഷാ സഫറാണോ, മീർ തക്കി മീറാണോ, ഹസ്രത്ത് മൊഹാനിയാണോ? അപ്പോൾ ഇതിൽ 2 ആൾക്കാരുണ്ട്. ഒന്ന് ഹസ്രത്ത് മൊഹാനിയും മറ്റൊന്ന് ബഹാദുർ ഷാ സഫറും. അപ്പോൾ ഈ ഒരു ചോദ്യവും നമ്മളൊന്ന് നോക്കിയിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെയും നമ്മുടെ ഡിസ്കോഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇൻസാഫ് എന്നുള്ളത് ഏതാണ്? ഡ്രാമയാണ്. ജസീറയെ മജോലിയോ അതൊരു കഹാനിയാണ്. സുബഹ് ക നസാര അത് നസ്മാണ്. മേരാ എക് ഖ്വാബ് ഹെ അത് സവാനിഹി ഹാക്കയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഫഹരിസത്ത് നിർബന്ധമായിട്ടും അത് പഠിച്ചിട്ട് പോവാം. ഇനി 9ാമത്തെ ചോദ്യം നോക്കൂ. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്ക് വീതമാണുള്ളത്. 9ാമത്തെ ചോദ്യം ഇതാണ്. കാശിത് കാരി ഹമാരി തെഹസീബ് കാ ഹിസ്സാ ഹെ. കൃഷി എന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗേത്തി ബാഡിമെ നഫ വ നുക്സാൻ കി ബാത്ത് നെഹിം. കൃഷി ചെയ്യുന്നതിൽ അതിൻ്റെ ലാഭമോ നഷ്ടമോ നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല. ബച്ചോ കാശിത് കാര്യയ്ക്ക് അഹമിയത്ത് പർ നോട്ട് ലിഖിയെ. കാശിത് കാര്യയുടെ പ്രാധാന്യം എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കൂ. ഡോക്ടർ ജേക്കബ് एक तालीम याफ्ता किसान है उन्होंने मरबूत काश्तकारी में कामयाബി ഹാസിൽ की है. അതായത് ഈ ഡോക്ടർ ജേക്കബ് എന്ന് പറയുന്നത് നല്ല വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു കർഷകനാണ്. അദ്ദേഹം ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ചെയ്യുന്നത്. ബച്ചോ ആപ്കോ ഡോക്ടർ ജേക്കബ് സെ ഇൻ്റർവ്യൂ കർണേക്ക് മൗക്കെ മിലാത്തോ. നിങ്ങൾക്ക് ഡോക്ടർ ജേക്കബിനെ ഇൻ്റർവ്യൂ ചെയ്യാനൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും? 3 സവാലാത്ത് തയ്യാർ കീജിയെ. 3 ചോദ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ടീച്ചർ തന്നിട്ടുള്ളത് നമ്മളൊരു കർഷകനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ. ഇദ്ദേഹം ഒരു കർഷകനാണല്ലോ. ഇനി നമുക്ക് ബൈ ചാൻസ് ഏതെങ്കിലും ഒരു കർഷകനോട് മുൻനിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മളൊക്കെ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. കാശിത് കാരിയുടെ അഹമിയത്ത്, അതിൻ്റെ പ്രാധാന്യം. അതിൻ്റെ ആൻസർ ചെയ്തത് എങ്ങനെയെന്ന് നോക്കൂ. കാശിത്കാരി ഇൻസാൻക്ക് ബുനിയാദി ജരൂരത്ത് കർത്തേ ഹെ. കൃഷി എന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാശിത്കാരി സെ ബഹുത് സി മാഹോലിയാത്തി ഫവായിദ് ബി ഹെ. കൃഷി കൊണ്ട് നമ്മുടെ പരിസ്ഥിതിക്കും ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ജൈസെ സാഫ് ഹവാ മിൽത്തി ഹെ, അതായത് നമുക്ക് നല്ല വായു ലഭിക്കുന്നു. और मौसमियाती तब्दीलियों के असरात कम होते हैं. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ആ ഒരു സ്വാധീനം കുറയ്ക്കുന്നു. കാശിത് കാരി സിർഫ് ഏക് പേശ നഹീം. കൃഷി എന്നത് ഒരു ജോലി മാത്രമല്ല, ബൽക്കെ ഈ ഇൻസാൻ ഓർ കുദരത്തിക്ക് ദർമിയാൻ ഗഹര റിഷ്ത കായം കർത്തേ ഹെ. അത് നേരെ മറിച്ച് മനുഷ്യനെയും പ്രകൃതിയെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള അവരുടെ ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കാശിത്കാരി ഇൻസാനി ജിന്ദഗിക്ക് ഹർ പഹ്ലു പർ അസ്രാത്ത് ഡാൽത്തേ ഹെ. കൃഷി എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ഘടകങ്ങളും അവനെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ കാശിത്കാരിയുടെ പ്രാധാന്യം ചോദിച്ചാൽ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ.
അടുത്തതായിട്ട് നമുക്ക് ജേക്കബിനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് കിസാനോട് ചോദിക്കാനുള്ള ചോദ്യവും രണ്ടും കൂടെ മിക്സ്ഡ് ആക്കിയിട്ടാണ് ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചോദിക്കാം, ആപ് ക്യാ ക്യാ ഖേത്തിബാടി കർത്തേ, നിങ്ങൾ എന്തൊക്കെ കൃഷികളാണ് ചെയ്യുന്നത്? ആപ്ക പസന്ദീദ ഖേത്തിബാടി ക്യാ ഹെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൃഷി ഏതാണ്? ആപ്കോ ഖാദ് കഹാം സെ മിൽത്താ ഹെ, ഖാദ് എന്ന് പറഞ്ഞാൽ വളം, നിങ്ങൾക്ക് വളങ്ങളൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ആപ് കിത്തനെ സാൽ സെ ഖേത്തി കർത്തേ ഹെ, നിങ്ങൾ എത്ര വർഷമായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു? ഖേത്തി കെ ലിയെ ഖാദ് ഇസ്തേമാൽ ക്യാ ഖാദ് ഇസ്തേമാൽ കർത്തേ ഹെ, നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ഏത് തരത്തിലുള്ള വളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഫസൽ കബ് കാട്ത്തേ ഹെ, വിളവുകളെല്ലാം എപ്പോഴാണ് എടുക്കുന്നത്? ഖേത്തി കെ ലിയെ അച്ഛേ ബീജ് കഹാം സെ മിൽത്താ ഹെ, കൃഷിക്കായിട്ടുള്ള നല്ല ഇനം വിത്തുകൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 ചോദ്യങ്ങൾ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഷിർ തന്നിട്ട് അതിൻ്റെ മഫ്ഹൂം എഴുതാനാണ്. നിഹായത് ഖുഷി സെ ഗയേ അപ്നെ ഘർ ഹോയെ ബാൽ ബच्चे भी होश देख कर कहाँ चीनिए बादशाह को नसीब कि जिस बेगमी से है सोते गरीब बच्चों ഷായർ कहता है कि മസ്ദൂർ ബേഗമി സെ സോത്തെ. നമ്മുടെ രാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിലുള്ള വരികളാണ്. ഈ ചീൻ ബാദഷാക്കോ കഹാ മിൽത്താ, അതായത് നമ്മുടെ തൊഴിലാളികൾ ബേഗമീസെ, ഒരു ദുഃഖവുമില്ലാണ്ട് നല്ല മനസ്സമാധാനത്തോടു കൂടെയാണ് ഉറങ്ങുന്നത്. പക്ഷേ ചീനിലെ ബാദഷയോ അദ്ദേഹത്തിന് ഇത്രത്തോളം സമാധാനം എവിടെ നിന്ന് ലഭിക്കാനാണ്? ഈ സവാലുകളുടെ, അതായത് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു അഷാറുകളുടെ മഫ്ഹൂം എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നുള്ള ആ ഒരു രൂപം പറഞ്ഞു തരാം. മഫ്ഹൂം എഴുതുന്ന സമയത്ത് നമ്മൾ ഏത് നസ്മിലുള്ള ഷിറാണ് ഇത് എന്നുള്ളത് എഴുതണം. അതേപോലെ ഇത് ആരുടെ കവിതയാണെന്നുള്ളത്, അതായത് ആ ഷായറിൻ്റെ പേര് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ തന്നിരിക്കുന്ന ഷിറിൽ എന്താണോ അതിൻ്റെ ആശയം, ആ ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവായി. ഇവിടെ നോക്കൂ, ഈ ഷിർ നസ്മ രാത്ത് സെ ലിയാ ഗയാ ഹെ, ഈ വരികൾ നസ്മ രാത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഇസ്മായിൽ മീറട്ടിക്ക ഏക് നസ്മ ഹെ, ഇത് ഇസ്മായിൽ മീറട്ടിയുടെ നസ്മാണ്. ജിസ്മെ രാത്ത് കി ഖൂബ്സൂരത്ത് മനാസിർക്കോ പേഷ് കർത്തേ, ഇതിൽ രാത്രിയുടെ ആ ഒരു ഭംഗി, ആ ഒരു കാഴ്ചകൾ അതൊക്കെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. കിസാൻ ഭി അപ്പന ഖേത് ചോഡ്കർ ഘർമേൻ ജാത്താ ഹെ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ കിസാനും തൻ്റെ വയലിനെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു. गरीब या मज़दूर लोग थके हुए रात में अपने घर में जाकर अपने बाल बच्चों को देखकर खुशी होती है. എത്ര ദരിദ്രനായ കർഷകനാണെങ്കിലും എത്ര അധ്വാനിച്ച തൊഴിലാളിയാണെങ്കിലും അവന് ക്ഷീണിച്ച് അവൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് തൻ്റെ കുട്ടികളെ കണ്ടിട്ട് അദ്ദേഹത്തിന് സന്തോഷിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ഷായർ കഹത്തെ, പിന്നീട് ഷായർ പറയുന്നത് മസ്ദൂർ ലോഗ് ബേഗമീസെ സോത്തേഹെ, ഈ തൊഴിലാളികൾ ഒരു ദുഃഖവുമില്ലാതെ മനസ്സമാധാനത്തോടു കൂടെയാണ് ഉറങ്ങുന്നത്. ലേക്കിൻ എന്നാൽ ബാദ്ഷാ യാ അമീർ ലോകോമുക്കോ, രാജാക്കന്മാർക്കും അതേപോലെ തന്നെ നമ്മുടെ അമീർമാരായ യജമാനൻ വലിയ സമ്പത്തുള്ള ആൾക്കാർക്കും ഈ ഒരു ഭാഗ്യം എവിടെ നിന്ന് ലഭിക്കാനാണ്? ഈ നസീബ് നെഹി മിൽത്തേഹെ, ഈ ഒരു ഭാഗ്യം ലഭിക്കാറില്ല. ക്യോങ്കെ, എന്തുകൊണ്ടെന്നാൽ വോ സഖ്ത് മെഹനത്ത് കർക്കെ തക്നെ വാല നെഹി, അവൻ ഒരിക്കലും കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചവനല്ല. കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ചവന് പെട്ടെന്ന് തന്നെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഇല്ലാണ്ട് പെട്ടെന്ന് ഉറങ്ങാനായിട്ട് കഴിയുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഉണ്ടായിരുന്നത് ഉറുദു സബാനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഉറുദു സബാനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ബയാനിയെ തയ്യാറാക്കാനായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഉറുദു സബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി, ഇന്ത്യയിലാണ് ഉറുദു ജന്മമെടുത്തത്. आज उर्दू कश्मीर से कन्याकुमारी तक बोली और समझी जाती है. ये बहुत आसान ज़बान है, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഭാഷയാണ്. ഹിന്ദുസ്ഥാൻ കെ തെഹ്സീബ് ക ഏക് അഹം ഹിസ്സ ഹെ, ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഉറുദു സംഗീത് കി ജബാൻ ഹെ, ഇത് സംഗീതത്തിൻ്റെ ഭാഷയാണ്. ഗസൽ ഉറുദു ഷായരി കി ആബ്രൂ ഹെ, ഗസലാണ് ഉറുദു ഷായരിയുടെ അഭിമാനം എന്ന് പറയുന്നത്. അവർ ഉറുദു തുർക്കി ജബാൻ ക ലഫ്സ് ഹെ, ഉറുദു എന്നുള്ള വേർഡ് തുർക്കി ഭാഷയുടേതാണ്. അതിൻ്റെ മഅന എന്ന് പറയുന്നത് എന്താണ്? ലഷ്കർ, സൈന്യം എന്നുള്ളതാണ്.
और उर्दू ज़बान ने हिंदुस्तान की जंग आज़ाദി में बहुत बड़ा റോൾ അദാ കിയാ ഹെ. നമ്മുടെ ഇന്ത്യയുടെ സ്വതന്ത്ര സമര വേളയിൽ നമ്മുടെ ഈ ഒരു ഉറുദു ഭാഷ അതിൻ്റെ ഒരു വലിയ റോള് തന്നെ അത് അവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഉറുദു കെ പൈദായിഷ് ദഹ്ലി और उसके आस पास है. ഉറുദുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഡൽഹിയെയും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെയുമാണ്. ഈ മുഹബത്ത് കി ജബാൻ ഹെ, ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഉറുദു ജബാൻ കോ പെഹ്ലെ, ഉറുദു ഭാഷയെ ആദ്യം അറിഞ്ഞിരുന്ന പേരുകളാണ് ഹിന്ദി, ഹിന്ദുവി, ഹിന്ദുസ്ഥാനി, രേഖ്ത और ദക്കനി. ഈ പേരുകളിലായിരുന്നു ഉറുദുവിനെ ആദ്യകാലങ്ങളിൽ വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഉറുദു ഭാഷയെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, जंग से होने वाले मसाइल के बारे में लोगों को बेदार करने के लिए आपके स्कूल में एक जुलूस मुनक़द करता है. യുദ്ധത്തിൻ്റെ നാശങ്ങളും അതുകൊണ്ടുള്ള പ്രയാസങ്ങളും അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് സ്കൂളിൽ നിന്നും ഒരു ജുലൂസ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള 3 നായരകളാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജംഗ് ഖത്തം കരെ, യുദ്ധങ്ങൾ അവസാനിപ്പിക്കൂ. അമൻ കായം കരെ, അതായത് സമാധാനം നിലനിർത്തൂ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് 3 നായരകളാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം കൂടെ നോക്കൂ, എന്നിട്ട് രണ്ടിൻ്റെയും ആൻസർ നമുക്ക് ഒരുമിച്ച് നോക്കാം. 14ാമത്തെ ചോദ്യം, നീച്ചെ ചന്ദ് സവാലാത്ത് ദിയേ ഗയേ ഹെ, ഉൻകി മദദ് സെ ആപ്പ് അപ്പനി ആപ്യത്തെ തയ്യാർ കീജിയെ. നിങ്ങളുടെ ആപ്യത്തെ, അതായത് ആത്മകഥ തയ്യാറാക്കാനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ ബയോഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ജംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 3 നായരകൾ ഇവിടെ തയ്യാറാക്കിയത് നോക്കൂ. ജംഗ് നഹീം, ജംഗ് ഹമാര ബർബാദി ഹെ, യുദ്ധം വേണ്ട, യുദ്ധം നമ്മുടെ നാശമാണ്. ജംഗ് കിസി മസ്അലക്കോ ഹൽ നഹീം, യുദ്ധം എന്നത് ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. ജംഗ് ഖുദ് ഏക് മസ്അല ഹെ, യുദ്ധം എന്നത് സ്വയം ഒരു പ്രശ്നമാണ്. അടുത്ത് നോക്കൂ, ജംഗ് ഹമാര ബർബാദി ഹെ, യുദ്ധം എന്നത് നമ്മുടെ നാശമാണ്. ജംഗ് ഹമാര ആബാദി നഹീം, അത് നമ്മുടെ ആബാദിയല്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള 3 നായരകൾ മക്കൾ പഠിക്കുക. ഏതായാലും നമുക്ക് ചിലപ്പോൾ യുദ്ധത്തിൻ്റെ നാശങ്ങൾ, അതിൻ്റെ പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് ചോദ്യം വന്നാൽ നമുക്ക് ഈ പോയിൻറ്റ്സുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താം. ഇനി എങ്ങനെയാണ് ഒരു ആപ്യത തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. മേരാ നാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ഓർ മേരി ഇബ്തിദായി താലിം, എൻ്റെ ഫസ്റ്റത്തെ വിദ്യാഭ്യാസം, അതായത് നമ്മളെന്താ പറയുക ഇതിന്, പ്രാഥമിക വിദ്യാഭ്യാസം. ഇത് ഏത് സ്കൂളിൽ നിന്നാണ് നമ്മൾ ഹാസിലാക്കിയത്, അതേപോലെ തന്നെ ഇപ്പോൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഇപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു, എൻ്റെ വീട് എവിടെയാണ്, മേരാ ഘർ മേ കോൻ കോൻ ഹെ, എൻ്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്, അതേപോലെ ഞാൻ പഠിച്ചിട്ട് മേ പഠ്കർ കോൺ ബന്നാ ചാത്താവും, ഞാൻ ആരാകാനാണ് ആഗ്രഹിക്കുന്നത്, ആ കാര്യം കൂടെ എഴുതുക. എന്നിട്ട് പിന്നെ നമ്മുടെ ലൈഫിലുണ്ടായ ഏറ്റവും നമ്മളെ സ്വാധീനിച്ച ഒരു സംഭവം കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഭിത്യം അവിടെ ഫുള്ളായി. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മുടെ ബയോഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നാൽ അതൊക്കെ എഴുതുക. ഓക്കെ, 15ാമത്തെ ചോദ്യം, അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിൽ നിന്ന് നമ്മളോട് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ചോദ്യങ്ങൾ തയ്യാറാക്കാൻ. ഈ ടൈപ്പിലുള്ള ഒരു ചോദ്യം ഷുവറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് ഇക്ബാലിനെ കുറിച്ചിട്ട് ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഡോക്ടർ അല്ലാമ ഇക്ബാൽ 20वीं सदी के मशहूर शायर मुसन्निफ और कानून दान थे. അവിടെ നിന്ന് നമുക്ക് എന്ത് ചോദ്യം ഉണ്ടാക്കാം? അല്ലാമ ഇക്ബാൽ കോൻ തെ, അല്ലേ, ആരായിരുന്നു? അവർ ഉൻകി പൈദായിഷ് നവംബർ 9, 1877 സിയാൽകോട്ട് മേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങൾ ഉണ്ടാക്കാം. എപ്പോഴാണ് ജനിച്ചത് എന്നും എവിടെയാണ് ജനിച്ചതെന്നും, അല്ലേ. അപ്പോൾ ഇക്ബാൽക്ക് പൈദായിഷ് കഹാം ഹെ, എവിടെ, അല്ലേ, അല്ലെങ്കിൽ ഇക്ബാൽക്ക് പൈദായിഷ് കബ് ഹുയി. ഇസി ദിൻ ആലമി യോമെ ഉറുദു കെ തൗർ പർ മനായ ജാത്ത, ഈ ഒരു ദിവസമാണ് നമ്മൾ ലോക ഉറുദു ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. പിന്നെ അടുത്ത ലൈൻ നോക്കൂ, ബാലജിബ്രീൽ ജർബെ കലീം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങളൊന്ന് നോക്കൂ. ഇക്ബാൽ കോൻ ഹെ, അല്ലേ, ഇക്ബാൽ കഹാം പൈദാ ഹുയി, ആലമെ യോമെ ഉറുദു കബ് മനായ ജാത്താ ഹെ. പിന്നെ ഇക്ബാൽ കെ മഷൂർ മജ്മു ക്യാ ക്യാ ഹെ, അദ്ദേഹത്തിൻ്റെ ഇക്ബാലിൻ്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു
സമാഹാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ലൈനിൽ നിന്നും നമുക്ക് 2 ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളോ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും മക്കൾക്ക് എഴുതാൻ പറ്റണം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. जजीरे मजूली में जादू की लगातार कोशिशों से एक घना जंगल बन गया. നമ്മുടെ ജസീറെ മജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയിൽ ജാദവ് എന്ന പേരിന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് അങ്ങനെ ഒരു ജംഗിൾ ഉണ്ടാക്കി തീർത്തത്. पेड़ लगाने की अहमियत पर एक നോട്ട് തയ്യാർ कीजिए. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ്. അവിടെ സൂചകങ്ങളാക്കിയിട്ട് പോയിൻറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ആൻസർ എഴുതാം. സായ എന്ന് പറഞ്ഞാൽ എന്താണ്, തണൽ. പാനി അല്ലേ, ഓക്സിജൻ. ഫൽദാർ, ഹയാത്തിയാത്തി നിസാം, മിട്ടേക്ക് തവാസിൻ. അപ്പോൾ ഈ പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നോട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അടുത്ത ചോദ്യം കൂടെ നോക്കൂ. ആജ് കൽ ഹവായി ആബി और സൗത്തി ആലുദഗി ദിൻ ബദിൻ ബഡ് രഹാ ഹെ. ഇന്നത്തെ കാലത്തിൽ നമ്മുടെ വായുമലിനീകരണം, അതേപോലെ തന്നെ ജലമലിനീകരണം, ശബ്ദമലിനീകരണം ഇതെല്ലാം ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലുദഗി ഫൈലിനെ സെ हमको क्या क्या मुश्किलात पेश आती हैं. നമുക്കിതുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? അപ്പനെ ഹയാലാത്തിലേക്ക് നിങ്ങളോട് നിങ്ങളുടെ ഹയാലാത്തുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മരത്തിൻ്റെ, അതായത് മരം വെച്ച് പിടിപ്പിക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കാം. പേട് കുതിരത്ത് കാ അൻമുൽ തുഫാഹെ. മരം എന്നുള്ളത് എന്താണ്, നമ്മുടെ പ്രകൃതിയുടെ അമൂല്യമായൊരു സമ്മാനമാണ്, ഒരു വരദാനമാണ്. ജോ ഇൻസാനോം ജാൻവറോം ഓർ മാഹോൽ കേലിയെ ബേഹദ് ജരൂരി ഹെ. ഇത് മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും നമ്മുടെ പരിസ്ഥിതിക്കായാലും അത് വളരെയധികം അത് അത്യാവശ്യമാണ്. പേട് ഹമീം, മരങ്ങൾ നമുക്ക് സായെ, തണൽ, ഓർ ഓക്സിജൻ ദേത്തേ ഹെ, നമുക്ക് ഓക്സിജനും തണലെല്ലാം നൽകുന്നു. പേട് മാഹോൽ കോ സാഫ് രഖ്തേ ഹെ, നമ്മുടെ പ്രകൃതിയെ ശുചിത്വമുള്ളതാക്കുന്നു. ഓർ ഫിസാമി ആലുദഗി കം ഹോത്തേ ഹെ, നമ്മുടെ പ്രപഞ്ചത്തിൽ ആലുദഗി മലിനീകരണം കുറയ്ക്കാനായിട്ട് കഴിയുന്നു. ഇസ്കെ അലാവ, അതിന് കൂടാതെ തന്നെ ബാരിഷ് കി മദദ് കാർബി ഹെ, നമുക്ക് മഴ പെയ്യിക്കുന്നതിനുള്ള ഒരു സഹായി കൂടിയാണ് ആര്, നമ്മുടെ ഈ മരങ്ങൾ. പരിന്തോങ്കോ ഒൻകെ ഘർ ഹെ, അതേപോലെ തന്നെ പക്ഷികൾക്ക് അവരുടെ കൂടാണ് ഈ മരങ്ങളെല്ലാം എന്ന് പറയുന്നത്. പേട് ഹമേ ഫൽ और ലക്കടി വഗൈറ ദേക്കർ ജരൂരി ചീസൻ ദേത്തെ ഹെ, മരങ്ങൾ നമുക്ക് പഴങ്ങൾ, അതേപോലെ തന്നെ വരകുകൾ, മറ്റെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മരങ്ങൾ നൽകുന്നുണ്ട്. और മാഹോലിയാത്തി തവാസൻ ബർക്കറാർ രഖ്നേത്തെ, അതേപോലെ തന്നെ മാഹോലിയാത്തി തവാസൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബാലൻസിങ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. മാഹോൽക്കോ ഹിഫാസത്ത് കർത്താഹെ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സുകളൊക്കെയാണ് അത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ എഴുതുക എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ ആലുദഗി വർദ്ധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നുള്ളതാണ്. ആലുദഗി ഫൈലനെ സെ ഹംകോ കൈ തരഹയ്ക്ക് ബീമാരിയോക്ക് സബബ് ബൻത്തി ഹെ, മലിനീകരണം പരക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിടയിൽ ഒരുപാട് രോഗങ്ങൾക്ക് അത് കാരണമാകുന്നുണ്ട്. ഹവായി ആലുദഗി ഹവാക്കോ ബർബാദ് കർത്തി ഹെ, വായുമലിനീകരണം നമ്മുടെ വായുവിനെ അത് നശിപ്പിക്കുന്നു. അവർ സിഹത്ത് മസായിൽ ബൻജാത്തെ, നമ്മുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് അതൊരു കാരണമാകുന്നു. ആലുദഗി, ഈ ഒരു മലിനീകരണം ജമീൻ, ഭൂമിയെ, പാനി, വെള്ളത്തിനെയും, और ഹവ, നമ്മുടെ വായുവിനെയും, ജഹർ പൈദാ കർത്തെ, അതിനെല്ലാം വിഷമയമുള്ളതാക്കി തീർക്കുന്നു. ജിസ്സെ, അതിലൂടെ ഫിത്രത്ത് കെ ജാന്താറോം കെ ജിന്ദഗി ബർബാദ് ഹോ ജാത്തേ ഹെ, ഈ ഒരു മലിനീകരണത്തിൽ നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ ജീവിതത്തിന്, അവരുടെ ജീവന് അതൊരു നാശമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോകത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ ആലോദഗ്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കുണ്ട്. അടുത്തൊരു ചോദ്യം ഇതായിരുന്നു, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ള മക്കൾ നല്ല ഈസിയുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം. എങ്ങനെയാണ് ഒരു പോസ്റ്റർ തയ്യാറാക്കുക? അതിനൊരു ഉൻവാന് വേണം. ഉൻവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തലക്കെട്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ ടൈം വേണം, ഡേറ്റ് വേണം, പിന്നെ സ്ഥലം വേണം, ആരാണ് അതിൻ്റെ അധ്യക്ഷൻ, ആരാണ് ഉദ്ഘാടകൻ, അതേപോലെ മെഹ്മാൻ ഹുസൂസി, നമ്മുടെ അതിഥി ആരാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ഈ ഡേറ്റും ടൈമും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സമയവും ഡേറ്റും സ്ഥലവും എല്ലാം നമുക്കതിൽ കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആപ് സബ്ക ഹയർ മുഖദ്ദം, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസും കൂടെ അവിടെ താഴെ എഴുതി കൊടുക്കുക.
അപ്പോൾ ഇത്തരത്തിൽ അതിന് പ്രത്യേകം കളർഫുള്ളാക്കാൻ ശ്രമിക്കുക, കൂടുതൽ മനോഹരമാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എഴുതാതിരിക്കരുത്. 4 മാർക്ക് നമുക്കതിന് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. കഹാനി ദൂസര മൗസം കെ അഹം കിർദാർ കോൻ കോൻ ഹെ. അതിലുള്ള കിർദാറുകൾ ആരൊക്കെയാണ്? നൗജവാൻ ഔരത്തും ശ്രീമതി ലീലാദേവിയും. എന്നിട്ട് ഇതിൽ ബി ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ട് എഴുതാനാണ്. കിർദാർ നിഗാരി നമ്മൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഒരു കിർദാർ നിഗാരി തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ നൗജവാൻ ഔരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കിർദാർ നിഗാരിയാണ് കൊടുത്തിട്ടുള്ളത്. കഹാനി ദൂസര മൗസമേ മേര പസന്ദീദ കിർദാർ നൗജവാൻ ഔരത്ത് ഹെ. അപ്പോൾ ആദ്യം ഏത് കഥയിലുള്ള കഥാപാത്രമാണെന്നുള്ളത് ഒറ്റ സെൻറ്റൻസിൽ നമ്മൾ എഴുതുക. അതേപോലെ നൗജവാൻ ഔരത്ത് ഉസ് കഹാനി കാ അഹം കിർദാർ ഹെ. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് നൗജവാൻ ഔരത്ത്. വോ അപ്നി മാം സെ ബഹുത്ത് മുഹബത്ത് കർത്തേ ഹെ. അവർ തൻ്റെ അമ്മയെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. മാം കി ഖിദ്മത്ത് അപ്പനെ ജിന്ദഗി സമജ്തേ ഹെ. അമ്മയ്ക്കുള്ള സേവനമാണ് തൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കിയിരുന്നു. इसलिए वो अपनी माम के लिए उसका पसंदीदा ഗുലാബി രംഗ് ക സാഡി ഖരീദ് കർ ദേത്തി ഹെ. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറായിരുന്ന ഗുലാബി രംഗിലുള്ള ഒരു സാരി അവരുടെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മാം കെ ഇന്തിക്കാൽ കെ 30 സാൽ ബാദ്, തൻ്റെ അമ്മയുടെ മരണശേഷം അതായത് 30 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ലീലാദേവി എന്നൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. തോ ഉനെ അപ്പനി മാം കി തര മഹസൂസ് ഹോയി. അവരെ കണ്ടപ്പോൾ തൻ്റെ അമ്മയാണെന്ന് അവർക്ക് തോന്നിപ്പോയി. അവർ ഉൻകി ഖിദ്മത്ത് കേലിയെ, പിന്നീട് അവർക്ക് സേവനങ്ങൾ ചെയ്യുന്നതിനായിട്ട് അപ്പനി ഗർമേ ലേഖയെ, തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ കിർദാർ ഹമേ മാം കി മുഹബ്ബത്ത് और കുർബാനി കാ സബക് ദേത്തി ഹെ. ഈ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് അമ്മയോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ത്യാഗവും അതിൻ്റെ ആ ഒരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്ലീ ഉൻകി ഖിദ്മത്ത് ഹമാര ഫർസ് ഹെ. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള സേവനം എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു കിർദാർ നിഗാരി മക്കൾ പഠിക്കുക. ഇത് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകും. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഗസൽ ഗോ ഷോറ, അതേപോലെ തന്നെ ഗസൽ ഗിലോഗാർ. ഗസൽ ഗോ ഷോറ എന്ന് പറഞ്ഞാൽ ഗസൽ എഴുതിയവർ, ഗസൽ ഗിലോഗാർ എന്ന് പറഞ്ഞാൽ ഗസൽ പാടിയവർ. അതിൽ ഗസൽ ഗോ ഷോറാക്കൾ ആരൊക്കെയാണ് നോക്കൂ. മിർസ ഗാലിബ്, ഫറാഖ് ഗോരഖ്പൂരി, മീർ തക്കി മീർ, ബഹാദുർ ഷാ സഫർ, ജിഗർ മുറാദാബാദി. ഗസൽ ഗിലോഗാറിൽ പങ്കജ് ഉദാസ്, മുഹമ്മദ് റാഫി, ഒലാം അലി, ഹരിഹരൻ, മെഹദി ഹസൻ, ബീഗം അഖ്തർ. അപ്പോൾ ഇത് മിക്സ്ഡ് ആക്കി തന്നിട്ട് അതിനെ പട്ടികപ്പെടുത്താനായിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു പേരുകൾ മക്കൾ ഓർത്ത് വെക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അഖ്ബാറുകളും റിസാലകളും. ഉറുദു അഖ്ബാറുകളും ഉറുദു റിസാലകളും അത് തരം തിരിക്കാനായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു വർക്ക് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അഖ്ബാറുകൾ ഏതൊക്കെയാണ്, റിസാലകൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രത്യേകം പഠിച്ചിരിക്കുക. അഖ്ബാറുകൾ ഏതൊക്കെയാണ്? എഴുത്തിമാദ്, രാഷ്ട്രീയ സഹാര, മുൻസിഫ്, സഹാഫത്ത്, ഹിന്ദ് സമാചാർ, സിയാസത്ത്. ഈ റിസാലകളോ ഉമങ്ക്, ആജ്കൽ, നയാ ദൗർ, ബച്ചോं की दुनिया, ഉറുദു ദുനിയ, ഗുൽബോർഡ്. അപ്പോൾ ഇത്രയുമാണ് റിസാലകളുള്ളത്. അപ്പോൾ ഈ 2 പട്ടികകളും പഠിക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പട്ടിക കൂടിയുണ്ട്, ഷായർമാരെയും അതേപോലെ തന്നെ അദീബുമാർ. ഷായർമാർ എന്നാണ് കവികൾ, അദീബുമാർ എന്നാണ് സാഹിത്യകാരന്മാർ. അപ്പോൾ ആ പട്ടിക കൂടി മക്കൾ പ്രത്യേകം ഒന്ന് നോക്കിയിട്ട് പോവാം. പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് മൗസിക്കി ആലാത്തുകളാണ്. മൗസിക്കി ആലാത്തുകളുടെ പേരുകൾ എഴുതാൻ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഢോല്, തബല, ഹാർമോണിയം, ദഫ്, ഷഹനായി, വീണ. വീണക്ക് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ബൈന എന്ന്. അപ്പോൾ ബൈ ചാൻസ് ചോദിച്ചാൽ ഈ തരത്തിൽ മക്കൾക്ക് അതിൻ്റെ പേര് എഴുതാനായിട്ട് ഓർത്ത് വെക്കാം. കഴിഞ്ഞ ആനുവൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു സവാനിഹി നോട്ട് എഴുതാനായിട്ട്. അപ്പോൾ സാദത്ത് നസീറിൻ്റെ സവാനിഹി നോട്ടാണ് എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ സവാനിഹി നോട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ സവാനിഹി നോട്ട് എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഷായർമാരുടെയും സവാനിഹി നോട്ടൊന്ന് വായിച്ചിട്ട് പോവാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഗസൽ. ഗസലിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനോ അല്ലെങ്കിൽ ഗസലിൻ്റെ ശരിയായ ജുംലകൾ ഏതാണ് തിരഞ്ഞെടുത്ത് എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വേർഡ് ചോയ്സ് ആയിട്ട് വരാവുന്നൊരു ചോദ്യമല്ലേ. ആ ടൈപ്പിലൊക്കെ ഈ ഒരു ചോദ്യം വരാം കേട്ടോ.
അപ്പോൾ ഗസലിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഗസൽ ഉറുദു ഷായരിക്ക് ആബ്രോ ഹെ, ഉറുദു ഷായരിയുടെ അഭിമാനമാണ്. ഗസൽ ഉറുദു കി ജാൻ ഹെ, ഗസൽ എന്ന് പറയുന്നത് ഉറുദു ഭാഷയുടെ ജീവനാണ്. ഗസൽ ഇഷ്ക് की कहानी है, गज़ल में आशिक और आशिकी भी होते हैं और गज़ल के पहले शेर को मतलब, അതാണ് ഇമ്പോർട്ടൻ്റ്. ഗസലിൻ്റെ ആദ്യത്തെ 2 വരികളെ മത്ലബ് എന്ന് പറയും. അതേപോലെ തന്നെ അവസാനത്തെ 2 വരിക്ക് മക്കത്ത് മത്ലബ്, അപ്പോൾ അത് മാറിപ്പോവരുത്. അതേപോലെ ഗസലിൻ്റെ ആഖിരി ഷെയറിലാണ് ഷായർ അതിൻ്റെ പേരുപയോഗിക്കുക. അതിനൊരു പേരുണ്ട് തഹല്ലുസ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. പിന്നെ ഗസലിലുള്ളൊരു സംഭവമാണ് റദീഫ് ഓർ കാഫിയ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് ആ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഇനി അടുത്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് സഫർനാമ എഴുതാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു സഫർനാമയാണ്. വളരെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമ്മളൊരു സഫർനാമ എഴുതുക എന്നുള്ളതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതെങ്ങനെ എഴുതിയിട്ടുള്ളത് നോക്കൂ. സുബഹ് 5 ബജെ ബസ് സ്കൂൾ സെ മൈസൂർ കി തരഫ് റവാന ഹുയി. ഇത് മൈസൂരിലേക്ക് പോയിട്ടുള്ള ഒരു യാത്രയുടെ സഫർനാമയാണ്. സഫർനാമ എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രാ വിവരണം. അപ്പോൾ അത് രാവിലെ എപ്പോഴാണ് നമ്മൾ പോയത്, എവിടെ നിന്നാണ് പോയത്, എങ്ങോട്ടാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ, ആരുടെ കൂടെയാണ് പോയത്, അവിടെ എന്തെല്ലാം കാഴ്ചകളാണ് നമ്മൾ കണ്ടത്, എപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര, അപ്പോൾ ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സഫർനാമയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ സുബഹ് 5 ബജെ രാവിലെ 5 മണിക്ക് സ്കൂളിൽ നിന്നും മൈസൂരിലേക്ക് പുറപ്പെട്ടു. ബസ്സിലാണ് അവർ പോകുന്നത്. ഹം സബ് ബഹുത്ത് ഹോഷിത്ത്, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷവാന്മാരായിരുന്നു. गाड़ी വയനാട് से होते हुए 8:30 बजे तक സുൽത്താൻ ബത്തേരി പहुंची. അങ്ങനെ ഗാഡി വയനാട്ടിലൂടെയാണ് പോയത്. 8:30 ബജേത്തേക്ക് ഒരു 8:30 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ സുൽത്താൻ ബത്തേരി എത്തി. വഹാം ഹം സബിനെ നാശ്ത കിയ, അവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത്. और उसके बाद हम മുത്തങ്ങ ജംഗൽ പहुंचे. അതിനുശേഷം ഞങ്ങൾ മുത്തങ്ങ വനത്തിലാണ് എത്തിയത്. ജംഗിൾ ബഹുത്ത് ഹി ഖൂബ്സൂരത് താ, ആ കാട് അത്രയും മനോഹരമായിരുന്നു. ജംഗിൾ ക നസാര കർണേ കെ ബാദ് ഹം മൈസൂർ പहुंचे. അങ്ങനെ ആ കാടിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ മൈസൂരിലെത്തി. വഹാം പहुंच കർ ഹം ചിടിയാഘർ ഗയെ, അവിടെ എത്തിയിട്ട് ഞങ്ങൾ ചിടിയാഘർ എന്ന് പറഞ്ഞാൽ മൃഗശാലയിലേക്ക് പോയി. യഹാ മുഖ്തലിഫ് കിസ്മയ്ക്ക് ജാൻവർ ഓർ പരിന്തെ മൗജൂദ് थे. അവിടെ പലതരത്തിലുള്ള ജാൻവർ ഉണ്ടായിരുന്നു, പരിന്തകളുണ്ടായിരുന്നു. ജിൻമേൻ, അതിൽ സീബ്ര, ഷേർ, ഭാലു, രംഗ് ബിരംഗെ തോത്തെ ഓർ മോർ ഓർ കബൂത്തർ ജैसे ജാൻവർ ഓർ പരിന്തെ ലേക്കിനേക്കുമില്ല. അപ്പോൾ അവിടെ കണ്ട മൃഗങ്ങളുടെ പേരുകളും പക്ഷികളുടെ പേരുകളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് നമ്മുടെ ആ സഫർനാമ മുന്നോട്ട് കൊണ്ടുപോവുക. അതിൻ്റെ അവസാന ഭാഗം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. घूमते घूमते ചുറ്റിക്കറങ്ങി ഞങ്ങൾ മൈസൂർ പാലസ് ബി പहुंचे. മൈസൂർ പാലസിലെത്തി. കഹാ ജാത്ത ഹേ കി ഏ കൃഷ്ണ രാജേന്ദ്ര വാദ്യാർ ക ബനായ ഹുവാ ഹെ. അപ്പോൾ പറയപ്പെടുന്നുണ്ട് ഈ ഒരു മ്യൂസിയം കൃഷ്ണ രാജേന്ദ്ര വാദ്യാരാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ജോ ദേഖ്നെ മേ ബഹുത് ഹി ഖൂബ്സൂരത് താ, അത് കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. ഉസ്കെ അന്തർ, അതിൻ്റെ ഉള്ളിൽ രാജാവും കി ലിബാസ്, രാജാക്കന്മാരുടെ വസ്ത്രങ്ങൾ, സേവറാത്ത്, അവരുടെ ആഭരണങ്ങൾ, അവർ ഹത്യാർ, അവരുടെ ആയുധങ്ങൾ, രഗഹുയത്തെ, അതൊക്കെയാണ് അതിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്കെ ബാദ്, അതിനുശേഷം ഹം ശ്രീരംഗപട്ടണം കെ, അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ശ്രീരംഗപട്ടണം അവിടെ വരെ പോയി. और वहाँ शेर മ്യൂസിയം, ടിപ്പു സുൽത്താൻ കാ കില്ല और മസാർ ദേക്ക, അവിടെ ഞങ്ങൾ ടിപ്പുവിൻ്റെ കോട്ട കണ്ടു. അത് ആ ഒരു കോട്ട അത്രയും നല്ല ഭംഗിയുള്ളതായിരുന്നു. ഷാം കോ ബൃന്ദാവൻ പहुंचे, വൈകുന്നേരം ഞങ്ങൾ ബൃന്ദാവനിലാണ് എത്തിയത്. वहाँ रंग बिरंगे फूल और म्यूजिकी फुव्वारे का लुत्फ उड़ाते हुए रात के 9 बजे മൈസൂർ से घर की तरफ रवाना हुए. അപ്പോൾ അതായത് ഈ ബൃന്ദാവൻ ഗാർഡനിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളുണ്ടായിരുന്നു. അതേപോലെ തന്നെ മ്യൂസിക്കൽ വാട്ടർഫാൾസ്, മ്യൂസിക് ഫുവാര എന്ന് പറഞ്ഞാൽ എന്താണ്, ആ വാട്ടർഫാൾസാണ്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിൻ്റെ മ്യൂസിക് കൊണ്ടുള്ള ആ ഒരു വെള്ളച്ചാട്ടം, ഇതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ച് രാത്രി ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ മൈസൂരിൽ നിന്നും വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ ഇതന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങൾ ഇതേ രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്.
എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ വർക്കുകളും കൃത്യമായിട്ട് നോക്കിയിട്ട് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ശുക്രിയ. ഹുദ ഹാഫിസ്.